അപ്പൊ നമ്മള് ഒരു വീട് നോക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ ഇതേ ആ ഒരു 4:45 തൊട്ട് 5 വരെ ആയിരുന്നു ആദ്യത്തെ വ്യൂവിംഗ് ടൈം. 5 തൊട്ട് 5:15 വരെ അടുത്തതിന്റെ വ്യൂവിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അവിടുന്ന് നേരെ അടുത്ത വ്യൂവിങ്ങിന് വന്നേക്കാണ്. എല്ലാം അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെയാണ് അടുത്ത വീടെന്നേ. ഇത് കുറെ കൂടെ ഹോസ്പിറ്റല്, ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്താണ് ഈ ഒരു വീട്. അതുപോലെ തന്നെ കുറച്ചുകൂടി പുതിയ വീടാണ്. നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇപ്പൊ കണ്ട വീട് കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി പഴയ വീടാണ്. ഇത്തിരി നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു വീടായിരുന്നു അത്. ഇത് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഈ വീട് നമ്മൾ നോക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന വീടെന്ന് വെച്ചാല് ഒരു 4 ബെഡ്റൂം വീടാണ്. 680 അതിന് വീക്കിലി റെന്റ് കിട്ടോ. ഈ 680 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു റെന്റാണ്. പക്ഷെ ഇപ്പൊ വന്ന് ഇവിടെ 720, 750, 780 ഒക്കെ ആയി തീർന്നിട്ടുണ്ട്. അഡ്ലേഡിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നോണ്ട് കുറെ ഡിമാൻഡായി സ്ഥലത്തിന്. അപ്പൊ കുറെയൊക്കെ റെന്റ് ഈ അടുത്തായിട്ട് കൂടിയിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ, ഇവിടെ 2 പുത്തൻ വീടുണ്ട് കേട്ടോ. ഇത് 2 നില വീടാണ്. പണിതുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ആരോ സ്ഥലം വാങ്ങിച്ച് പണിതാകാനാണ് സാധ്യത. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതാ ഇവിടെയാണ് നമ്മൾ കാണാൻ വന്ന വീട്. നമ്മള് ഒരു കുറച്ച് പുറകിലായിട്ടാണ് കേട്ടോ വണ്ടി നിർത്തിയത്. അപ്പൊ അതുങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി ആ വീട് കാണാം. അതാണെങ്കിൽ ഒരു 4 ബെഡ്റൂം, നമുക്ക് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും നല്ല സൗകര്യത്തിലാണ് വീടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ കയറി വരുന്ന ഇതാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. നല്ല പെയിന്റിന്റെ മണം. ഇതൊരു വലിയ റൂമാണ് കേട്ടോ. ഹായ്, ബാത്ത് അറ്റാച്ച്ഡ് റൂമാണേ. ഹായ്, കണ്ണാടി എവിടെ കണ്ടാലും നമ്മൾ സെറ്റാണ്. ഇതിനുള്ളിൽ തന്നെ ഷവറും ഉണ്ട്. ഡു നോട്ട് ടേൺ ഓൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കാൻ വരുന്നതല്ലേ ഉള്ളൂ. ബെൽ, ഇത് ഇപ്പൊ തന്നെ ചെയ്തതാട്ടോ. പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു നല്ലൊരു അടിപൊളി റൂം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ കയറിയിട്ട് ഇത് ഡ്രസ്സൊക്കെ മാറാനായിട്ട് വാക്കിൻ വാർഡ്രോബിനുള്ള സ്ഥലമായിരുന്നു. അവിടെ അവര് പുത്തൻ വീടാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാം സെറ്റ് ആവണേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വിത്ത് എൻസ്യൂട്ട്. പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ മുത്തൂട്ട, ഇതിനുള്ളിൽ നിന്നിട്ടേക്ക് ഗ്യാരേജ് ഇട്ടോ. ഇത് ഓട്ടോമാറ്റിക് ഒക്കെ ആണല്ലോ, സെറ്റാണല്ലോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. നമ്മുടെ ഡൈനിങ് കം ഹോളൊക്കെ ഇതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതേ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആക്ച്വലി അടിപൊളി സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഒരു അടുത്ത ബെഡ്റൂം. ഇതിനുള്ളിലും സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇതും വലിയ വലിപ്പക്കുറവില്ലാത്ത ഒരു ഇതാണ്. ഇപ്പം നമ്മൾ UK പോലെയാണ്. ഇവിടെയൊക്കെ ഈ തൂക്കിയിടുന്ന സെറ്റപ്പാണ് കേട്ടോ. പക്ഷെ ഇതൊരു പുത്തനാണേ. ഹായ് AC. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഒരു ചെറിയ വാഷിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ടോയ്ലറ്റ് ഉണ്ട്, സെക്കൻഡ് ഷവർ, അതുപോലെ തന്നെ ബാത്ത് ടബ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ 3ാമത്തെ റൂം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 4ാമത്തെ റൂം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന സ്ഥലം കേട്ടോ. സോറി കേട്ടോ, അത് ഹോള് മാത്രമായിരുന്നു. നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ ഡൈനിങ് ഉണ്ട്. ഇതൊരിത്തിരി നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യത്തിന് മിച്ചത്തിനുള്ള സ്പേസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു 680 അല്ലേ. അപ്പോൾ ഇത് സെറ്റപ്പാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഹോസ്പിറ്റലിന് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓവൻ വെക്കാനൊരു സ്ഥലമുണ്ട്. ഫ്രിഡ്ജിൻ്റെ സ്ഥലം ഇതാ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്.
അതുപോലെ തന്നെ വാവ് ഗ്യാസാണ്. പിന്നെ നമ്മുടെ പുറത്തേക്ക് വരുമ്പോൾ വാവ് ഉള്ളി നടാനുള്ള സ്ഥലമായി. അപ്പുറത്ത് എന്താ റോസാണോ അവിടെ? കറിവേപ്പ് എന്നെ ഹഠാത് ആകർഷിച്ചു. സ്വന്തമായി ഒരു കറിവേപ്പുള്ള മുതലാളിയാകും ഞാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവർ ഈ വീട് തന്നാൽ കണ്ടോ എന്തൊരു വലിയ കറിവേപ്പാ നിൽക്കുന്നത്. സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട് ഇഷ്ടപ്പെടാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വീടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഇവിടെ ഒരു 100 റെഫറൻസ് ചോദിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചോദിക്കും. മുത്തൂറിന് ഇത് കണ്ടോടാ? ഇതൊക്കെ ഇവിടെ നോക്കാം, അമ്മയുടെ കയ്യിൽ നോക്ക്. പിന്നെ ഇതേ ഇവിടേക്ക് നോക്കിയേ, ഇതിവിടെ മാതളനാരവാണ് കേട്ടോ. മാതളനാരങ്ങ തിന്ന് നമ്മളൊരു വഴിയാകും ഈ വീട് കിട്ടിയാല്. കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. കണ്ടോ പ്ലമ്മിലൊക്കെ നിറയെ കായുണ്ട് കണ്ടോ. ഇത്രയാണ് നമ്മുടെ ഒരു പുറകിലത്തെ സ്പേസ്. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ. കിട്ടിയാൽ അടിപൊളിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഹോസ്പിറ്റലിൽ അടുത്തായതുകൊണ്ട് മുത്തൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. 700 680 നിയർ ടു 700 പക്ഷെ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ അവരെടുക്കാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. എങ്കിലും നമുക്ക് പോയിട്ട് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അവരോട് പറയുക എന്നുള്ളേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. ഇതിലെ ബാക്കിലേക്കും പോകാനൊരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തുനിന്നിരിക്കണമെങ്കിലേ. ഇതാണ് നമ്മള് നോക്കിയ വീട്. വീടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏതായാലും നമ്മള് വീടൊക്കെ കണ്ടു. അപ്പൊ ടെനന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതുവഴിയായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവർ ആപ്ലിക്കേഷന് അതിലിട്ടേക്കും. നമ്മളത് ഫില്ല് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഫറൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ കൊടുക്കാണ്ട് ആ ഒരു ഓഫറും കൊടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർ നാളെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ അവരപ്പോൾ തന്നെ ഇത് പ്രൊസീഡ് ചെയ്യുന്ന രീതിയിലാണ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. കാരണം വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ റെൻറ്റിന് വീട് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ അത്യാവശ്യ സ്ഥിതി മനസ്സിലായാലോ. ഒരു റെൻറ്റിന് വീട് കിട്ടുന്ന അവസ്ഥ എന്താണെന്നുള്ളത്. ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ഇതുപോലല്ല. കുറച്ചുകൂടെ റൂറലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇത്ര റെൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ താമസിക്കുന്ന അഡ്ലൈഡിലാണ്. അഡ്ലൈഡിൽ ചെറിയൊരു സിറ്റുവേഷൻ ഈ ഒരു കറൻറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കൂട്ടാണ്ട് 2 പേരും നടന്നു പോകണം നോക്കിയേ. അവളെ കൊണ്ടുപോയി സീറ്റിൽ ഇരുത്താൻ വേണ്ടി ഇച്ചക്കൂട്ടൻ ഓടിയേക്കാണ് അവളെ കൊണ്ടിട്ട്. റോഡിൽ കൂടെയാണ് കേട്ടോ ഇങ്ങനെ ക്രോസ് ചെയ്തേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. മുത്തുട്ടാ ബൈ പറ. അതെന്നാ ബൈ ബൈയാ? അതാണ് മുത്തുട്ടന്റെ മുത്തുട്ടന്റെ ബൈ ബൈ. അതാണ് മുത്തുട്ടന്റെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.